ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 3ാം ക്ലാസ് ഗണിതം സെക്കൻഡ് ടേം എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമാണിത്. അപ്പോൾ പ്രവർത്തനം 1 നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ 4 ചിത്രങ്ങളിൽ ഏറ്റവും വലുതേതാണ്, ഏറ്റവും ചെറുതേതാണ്, അതായത് നീളം കുറഞ്ഞത് ഏതാണ്, നീളം കൂടിയത് ഏതാണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ തന്നിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്രത്തിൽ ഏതെല്ലാം വസ്തുക്കളുണ്ട്? പെൻസിൽ, ഇറേസർ, പേന, കട്ടർ. ഏറ്റവും നീളം കൂടിയത് ഏതിനാണ്? പേന. ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണ്? കട്ടർ. ഇങ്ങനെ ഉത്തരം എഴുതുക. ഇനി സ്കെയിൽ ഉപയോഗിച്ച് നീളം അളന്നെഴുതൂ. ഇവിടെ നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇറേസർ, പെൻസിൽ, പേന. ഇറേസർ എത്ര സെൻറ്റിമീറ്റർ ആണ്? അളന്ന് നോക്കൂ. 2 സെൻറ്റിമീറ്റർ. പേന എത്ര സെൻറ്റിമീറ്റർ ആണ്? 7 സെൻറ്റിമീറ്റർ. പെൻസിൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 സെൻറ്റിമീറ്റർ. ഇനി നീളം അടിസ്ഥാനമാക്കി ഇതിനെ ക്രമത്തിൽ എഴുതൂ. അപ്പോൾ നമ്മൾ ആദ്യം പേന, പെൻസിൽ, ഇറേസർ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം. അപ്പുവും അമ്മുവും സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. അപ്പുവിൻ്റെ കയ്യിലുള്ള കാർഡുകൾക്ക് ശരിയായ സംഖ്യ അമ്മുവിൻ്റെ കാർഡിൽ നിന്നും കണ്ടെത്തി ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കൂ. അപ്പുവിൻ്റെ കയ്യിലുള്ള കാർഡുകൾ, ആദ്യത്തെ കാർഡ് നോക്കാം. 3 ഗുണിക്കണം 5. 3 5. അമ്മുവിൻ്റെ കയ്യിലുള്ള 15 അതിൻ്റെ ഉത്തരം. 15. 8 ഗുണിക്കണം 10. അത് 80. 7 ഗുണിക്കണം 7. 49. 5 ഗുണിക്കണം 5. 25. 4 ഗുണിക്കണം 3. 12. ഇങ്ങനെ ഉത്തരം എഴുതണം. അതിൽ തന്നെ മറ്റൊരു ചോദ്യം. പൂവിൻ്റെ നടുവിലുള്ള സംഖ്യയ്ക്ക് തുല്യമായി വരുന്ന ഇതളുകൾക്ക് നിറം കൊടുക്കൂ. പൂവിൻ്റെ നടുവിലുള്ളത് 24. അപ്പോൾ നമ്മളിത് ഗുണിച്ച് നോക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 7 ഗുണിക്കണം 4 ഗുണിച്ച് നോക്കിയാലോ? 7 4 28. 6 4 24. അപ്പോൾ അത് നമുക്ക് കളർ ചെയ്യാം. 6 4 എന്നുള്ളത് കളർ ചെയ്യാം. 2 8. 2 8 16. 8 3 24. അപ്പോൾ 8 3 എന്നുള്ള ഇതളും കളർ ചെയ്യണം. 5 7. 5 7 35. 12 2. അതായത് 2 12. 24. 2 12 എത്രയാണ്? 24. അപ്പോൾ നമ്മൾ ഏതെല്ലാം ഇതളുകളാണ് കളർ ചെയ്യേണ്ടത്? 6 ഗുണിക്കണം 4, 8 ഗുണിക്കണം 3, 12 ഗുണിക്കണം 2. അടുത്ത കണക്ക് നോക്കാം. ആകെ എത്രയാകും? ഒരു മുട്ട 8 രൂപ. മുട്ടകളെല്ലാം വാങ്ങാൻ ആകെ എത്ര രൂപയാകും? അപ്പോൾ ആകെ എത്ര മുട്ടയുണ്ട്? 6 മുട്ടയാണുള്ളത്. 6 മുട്ട. അപ്പോൾ 6 മുട്ടയ്ക്ക് എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം? 6 ഗുണിക്കണം 8. 6 8 എത്രയാണ്? 6 8 48. ഒരു പേരയ്ക്ക 9 രൂപ. ഇവിടെ എത്ര പേരയ്ക്ക ഉണ്ട്? 4 പേരയ്ക്കയാണ്. മുഴുവൻ പേരയ്ക്കയും വാങ്ങാൻ ആകെ എത്ര രൂപയാകും? 9 4 അല്ലേ? 9 4 9. 4 9 എത്രയാണ്? 36 രൂപ. 4 9 36 രൂപ. പ്രവർത്തനം 3. കിച്ചു സ്കൂളിൽ എത്തിയ സമയം നോക്കൂ. സമയം എഴുതൂ. ഇനി സമയം എഴുതലാണ്. ഇവിടെ തന്നിട്ടുള്ള ക്ലോക്കിൽ 9:30 മണിയാണ്. 9 പിന്നെ എത്ര മിനിറ്റാണ്? 6-ലെത്തിയ എത്ര മിനിറ്റാണ്? 30 മിനിറ്റ് അല്ലേ? 9 കഴിഞ്ഞു. അപ്പോൾ 9 മണി കഴിഞ്ഞു. പിന്നെ 6-ലാണ് വലിയ സൂചിയുള്ളത്. അപ്പോൾ 30 മിനിറ്റ്. 9:30 എന്നാണ് സമയം നമ്മൾ ഇവിടെ എഴുതേണ്ടത്. കിച്ചുവിന് അന്ന് സ്കൂളിൽ കഥാരചനാ മത്സരം ഉണ്ടായിരുന്നു. കഥാരചന തുടങ്ങുന്ന സമയവും അവസാനിക്കുന്ന സമയവും ക്ലോക്കിലുണ്ട്. തുടങ്ങുന്ന സമയം 10:30. അവസാനിക്കുന്ന സമയം 11:45. അപ്പോൾ കഥാരചനയ്ക്ക് എടുത്ത സമയം എത്രയാണ്? 11:45 നിന്ന് നമ്മൾ 10:30 കുറച്ച് നോക്കിയാൽ മതി അല്ലേ? അല്ലെങ്കിൽ 10:30 കൂടി എത്ര കൂട്ടിയാൽ 11:45 ആകും? എങ്ങനെയാണ് നമുക്ക് നോക്കാൻ എളുപ്പമുള്ളത്? നമ്മൾ 10:30 മുതൽ 11:30 വരെ എത്രയായി?
1 മണിക്കൂർ അല്ലേ? 30 കഴിഞ്ഞാൽ പിന്നെ എത്ര മിനിറ്റ് ഉണ്ട്? 45 ആവാൻ. 30ഉം 10ഉം 40, 40ഉം 5ഉം 45, അതായത് 10ഉം ഒരു 5ഉം, അതായത് 15 മിനിറ്റ്. 1 മണിക്കൂർ 15 മിനിറ്റ്. അങ്ങനെ നമുക്കിത് കണ്ടെത്താൻ കഴിയും. 1 മണിക്കൂർ 15 മിനിറ്റ്. കിച്ചു സ്കൂളിൽ നിന്ന് 4:45 വീട്ടിലെത്തി. ക്ലോക്കിൽ സൂചികൾ വരച്ച് സമയം കാണിക്കൂ. 4:45 എങ്ങനെ കാണിക്കുക? 4-ൽ നിന്ന് കുറച്ച് നീങ്ങണം, കുറച്ച് അര ഭാഗം നീങ്ങണം അല്ലേ? 4-ൽ നിന്ന് കുറച്ച് നീങ്ങണം. പിന്നെ 3:45 എത്തുമ്പോൾ വലിയ സൂചി 9-ലും ആവണം. അപ്പോൾ ഇതുപോലെ 4:45 എന്ന് ക്ലോക്കിൽ വരച്ച് കാണിക്കുക. പ്രവർത്തനം 4. 2024 മാസത്തെ കലണ്ടറാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കലണ്ടർ ഉണ്ട് ഇവിടെ. ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. മറ്റുള്ളവ കണ്ടുപിടിക്കൂ. അപ്പോൾ എന്താണ്? ഞായർ, തിങ്കൾ, ചൊവ്വ, ശനി വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുധനാഴ്ച 4-ാം തീയതിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 31-ാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? കലണ്ടറിൽ 1-ാം തീയതി ഏതാഴ്ചയാണ്? ഇപ്പോൾ ബുധനാഴ്ച 4-ാം തീയതിയാണ്. അപ്പോൾ ചൊവ്വ 3, തിങ്കൾ 2, ഞായർ 1. അപ്പോൾ എന്താണ് അവിടെ ആഴ്ച? ഞായർ. ഈ മാസത്തിൽ എത്ര ബുധനാഴ്ചകളുണ്ട്? ബുധനാഴ്ചകൾ എണ്ണി നോക്കൂ. 4-ാം തീയതി ബുധനാഴ്ചയാണ്. അതിൻ്റെ അടുത്തൊരു ബുധനാഴ്ച, അടുത്തത് ബുധനാഴ്ച, അതിൻ്റെ അടുത്തതും ബുധനാഴ്ച, അതിൻ്റെ അടുത്തതിൽ അടുത്ത മാസം 1-ാം തീയതി ആയി അല്ലേ? അപ്പോൾ 1, 2, 3, 4 ബുധനാഴ്ചയാണ് ഈ മാസത്തിൽ ഉള്ളത്. അടുത്ത മാസം 1-ാം തീയതി ഏതാഴ്ചയാണ്? നമ്മളിപ്പോൾ കണ്ടുല്ലേ, 31-ാം തീയതി ആണ്, ചൊവ്വാഴ്ചയാണ് 31. അത് കഴിഞ്ഞാൽ 1-ാം തീയതിയാണ് വരേണ്ടത്. അപ്പോൾ 1-ാം തീയതി ബുധനാഴ്ചയാണ്. അടുത്ത മാസം 1-ാം തീയതി ബുധനാഴ്ചയാണ്. അടുത്തത് നോക്കൂ. ഡിസംബർ 11-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് കലാമേള. അപ്പോൾ ആകെ എത്ര ദിവസം കലാമേളയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്? 11 മുതൽ 11 ഉണ്ട്, 12, 13, 14 അങ്ങനെ എണ്ണി നോക്കൂ. എത്ര ദിവസമുണ്ട് കലാമേളയ്ക്ക്? 12 ദിവസം. എത്ര ദിവസമാണ്? 12 ദിവസം. ഇനി അടുത്തത്, കലണ്ടറിൻ്റെ ഒരു ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മറ്റു തീയതികൾ കണ്ടുപിടിക്കൂ. ഇപ്പം 23 എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഏതൊക്കെയായിരിക്കും? 23-ൻ്റെ ഇടതുവശത്ത് എന്തായിരിക്കും? 22 അല്ലേ? 23-ൻ്റെ വലതുവശത്ത് എന്തായിരിക്കും? 24. ഇവിടെ 22, ഇവിടെ 24. ഇവിടെ 7 ദിവസം വ്യത്യാസമാണ് ഓരോ ആഴ്ചയിലും ഉള്ളത്. അപ്പോൾ 23-ന്ന് 7 കുറച്ചാൽ ബാക്കി 16 ആണ്. ഇവിടെ 16 വരും, ഇവിടെ 30ഉം വരും. പ്രവർത്തനം 5. 20 കൂട്ടണം 20 കൂട്ടണം 20 കൂട്ടണം ഡാഷ്, പിന്നെ 20 ഇൻറ്റു ഡാഷ്, 8 ഇൻറ്റു ഡാഷ്, 80 ഇൻറ്റു ഡാഷ്, 40 ഇൻറ്റു ഡാഷ്, 5 ഇൻറ്റു ഡാഷ് അല്ലേ? ഇതിൽ 1 മാത്രം കൂട്ടലാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം ഗുണിക്കലാണ്. ഉത്തരം എന്താണ് കിട്ടേണ്ടത്? നടുവിലുള്ള 80. അപ്പോൾ 3 20 കൂടുമ്പോൾ 60 ആണ്. 60 കൂടെ ഒരു 20 കൂടെ കൂട്ടിയാൽ 80 അല്ലേ? ഇനി 20 ഗുണിക്കണം ഡാഷ് സമം 80. എത്ര 20 ചേർന്നാലാണ് 80 എന്ന് ഇപ്പം മനസ്സിലായില്ലേ? മുകളിൽ കണ്ടോ? 20 കൂട്ടണം 20 കൂട്ടണം 20 കൂട്ടണം 20, അതായത് 20 ഗുണിക്കണം 4. 80 ഗുണിക്കണം, അവിടെ എന്താ ഉത്തരം? 80 തന്നെ കിട്ടാൻ ഏതുകൊണ്ടാണ് ഗുണിക്കുക? 1. ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ ഉത്തരം. അപ്പോൾ 80 ഗുണിക്കണം 1. ഇനി 8 ഗുണിക്കണം ഡാഷ്. 8 എത്രയാണ് 80? 8 10 ആണ് 80. 8 ഗുണിക്കണം 10. 40 ഗുണിക്കണം ഡാഷ്. എത്ര 40 ആണ് 80? 40 ഗുണിക്കണം 2. ഇനി 5 ഗുണിക്കണം എത്രയാണ്? 5 ഗുണിക്കണം 10 എത്രയാണ്? 50 ആണ് അല്ലേ? 5 ഗുണിക്കണം 10 50, 5 ഗുണിക്കണം 11 അങ്ങനെ കൂട്ടി നോക്കണോ? അപ്പോൾ 5 ഗുണിക്കണം 16 എന്ന് കിട്ടും. 5 ഗുണിക്കണം 16.
അടുത്ത പ്രവർത്തനം അതിൽ തന്നെ ഉള്ളതാണ്. 500, 300 ഡാഷ് 900. 400, 300 ഡാഷ് 900. തുകയാണ് 900. 500, 300 ഒരു സംഖ്യയും കൂടി കൂട്ടിയാൽ 900. 500, 300 എത്രയാണെന്ന് അപ്പം നോക്കുക. 500, 300 800. 800 കൂടെ 100 കൂടി കൂട്ടുമ്പോഴാണ് 900. അപ്പോൾ ഇവിടെ വിട്ട ഭാഗത്ത് 100 എന്ന് എഴുതുക. ഇനി 400, 300 കൂട്ടിയാൽ എത്രയാണെന്ന് നോക്കുക. 400, 300 700. 700-ൽ കൂടെ എത്ര കൂട്ടിയാൽ 900 ആകും? 700, 800, 900. 2 100 കൂടി കൂട്ടുക. അപ്പോൾ 200 എന്നവിടെ എഴുതാം. അതിൽ തന്നെ ബി ചോദ്യം നോക്കൂ. ബി 435 ഡാഷ് 210 അത് കൂട്ടുമ്പോൾ 961. പിന്നെ 2 ഡാഷ് ഇട്ടെടുത്ത് 178 കൂട്ടിയാൽ 961. അപ്പോൾ നമുക്ക് 2 സംഖ്യകളുള്ള അതിൽ നിന്ന് തുടങ്ങാം. 435-ഉം 210-ഉം ആദ്യം കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് 645 എന്ന് കിട്ടും. ഇനി 961-ൽ നിന്ന് 645 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 316 എന്ന് കിട്ടും. അപ്പോൾ വിട്ട ഭാഗത്ത് 316. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള സംഖ്യ കണ്ടുപിടിക്കുക. 316-ഉം 178-ഉം കൂട്ടി നോക്കാം. അപ്പോൾ 494 എന്ന് കിട്ടും. ഇനി 961-ൽ നിന്ന് 494 കുറയ്ക്കുമ്പോൾ 467 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ എല്ലാ കളങ്ങളും പൂർത്തിയായല്ലോ. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? പാറ്റേൺ പൂർത്തിയാക്കൂ. 888 കൂട്ടണം 111 സമം 999. 777 കൂട്ടണം 222 സമം 999. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? 666 കൂട്ടണം 333 സമം 999. എല്ലാവരും 999 ഉത്തരം അല്ലേ? 555 കൂട്ടണം 444 സമം 999. 444 കൂട്ടണം 555 സമം 999. 333 കൂട്ടണം 666 സമം 999. 222 കൂട്ടണം 777 സമം 999. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അബാക്കസിലെ സംഖ്യ ഏത്? 100-ന്റെ സ്ഥാനത്ത് 3, 10-ന്റെ സ്ഥാനത്ത് 4, ഒന്നുകളുടെ സ്ഥാനത്ത് 4. ഏതാണ് അബാക്കസിലെ സംഖ്യ? 344. അബാക്കസിൽ നിന്ന് 100-ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്ത് 10-ന്റെ സ്ഥാനത്തേക്ക് മാറ്റിയാൽ കിട്ടുന്ന പുതിയ സംഖ്യ ഏത്? 100-ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു സംഖ്യ മാറ്റണം. അതായത് 3 100-ന്ന് ഒരു 100 എടുത്തിട്ട് 10-ലേക്ക് ഇടുക. അപ്പോൾ 2 100 5 10 ആയി. ഒന്നുകൾക്ക് മാറ്റമില്ല. അപ്പോൾ 254 എന്നാണ് ഉത്തരം കിട്ടുക. 2 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എത്ര? 344 കുറയ്ക്കണം 254. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുക? 90. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ അമ്മു 10 രൂപ വിലയുള്ള 2 മാലകളും 6 രൂപ വിലയുള്ള 2 വളകളും 20 രൂപ വിലയുള്ള 2 ക്ലിപ്പുകളും 15 രൂപയ്ക്ക് 3 സ്ലൈഡും വാങ്ങി. അമ്മുവിന് ചെലവായ തുക എത്ര? അപ്പോൾ ഓരോന്നിൻ്റെയും വില ആദ്യം കാണാം. 2 മാലയ്ക്കും കൂടി 2 10, അതായത് 20 രൂപ. 2 വളയ്ക്കും കൂടിയുള്ള വില 2 6 12 രൂപ. 2 ക്ലിപ്പിനും കൂടിയുള്ള വില 2 20 40 രൂപ. പിന്നെ 3 സ്ലൈഡിൻ്റെ വില 15 രൂപയും. ഇനി അമ്മുവിന് ചെലവായ തുക കാണാൻ വേണ്ടി ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. 20 കൂട്ടണം 12 കൂട്ടണം 40 കൂട്ടണം 15 സമം 87 രൂപ. ഓക്കെ. അടുത്തത്, എന്നാൽ അശ്വതിക്ക് ഒരു മാലയും ഒരു വളയും ഒരു ക്ലിപ്പും വാങ്ങാനുള്ള പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. അശ്വതിക്ക് എത്ര രൂപ ചെലവായി? അപ്പോൾ ആദ്യം നമ്മൾ ഓരോ മാലയുടെയും ഇതിൻ്റെയൊക്കെ വില കാണാം അല്ലേ? ഒരു മാലയുടെ വില എത്രയാണെന്നാണ് നേരത്തെ പറഞ്ഞതാണ് 10, ഒരു വളയുടെ വില 6, ഒരു ക്ലിപ്പിൻ്റെ വില 20. അപ്പോൾ 10 കൂട്ടണം 6 കൂട്ടണം 20 സമം 36 രൂപ. അശ്വതിക്ക് ചെലവായ തുക 36 രൂപ. അപ്പോൾ നിങ്ങൾക്ക് കണക്കും ഇതിൻ്റെ മോഡലുകളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാറ്റേൺ ചിലപ്പോൾ മാറാം. അതേപോലെ ഈ കണക്കിൻ്റെയൊക്കെ അക്കങ്ങൾ മാറാം. എന്നാലും നിങ്ങൾക്ക് ഇതേ മോഡലുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ളതെല്ലാം പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.